ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പദമാണ്. അവസരാത്മക ചെലവ് എന്നാണ് അതിൻ്റെ മലയാളം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഉൽപാദന മേഖലയിലുള്ള ഒരു തിയറിയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 50 രൂപ ഞാൻ തന്നു എന്ന് കരുതുക. ഓക്കെ, 50 രൂപയും തന്ന് നിങ്ങളെ ഞാനൊരു ഷോപ്പിലേക്ക് പറഞ്ഞേക്കുന്നു. മനസ്സിലായോ? 50 രൂപയും തന്ന് നിങ്ങളോട് പറയുന്നത് പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഷോപ്പിലേക്ക് അയക്കുന്നത്. എത്ര രൂപയാണ് കയ്യിലുള്ളത്? 50 രൂപ കയ്യിലുണ്ട്. ഈ സ്ഥിതിയിൽ നിങ്ങൾ ഈ 50 രൂപയും കൊണ്ട് കടയിലെത്തിയപ്പോഴാണ് നല്ല ചൂടുള്ള സമയമാണ്. നല്ലൊരു ഐസ്ക്രീം, 50 രൂപ വിലയുള്ള ഒരു ഐസ്ക്രീം കാണുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഒരു സംശയത്തിലാകുന്നു, ഐസ്ക്രീം വാങ്ങണോ പുസ്തകം വാങ്ങണോ? മനസ്സിലായോ? അവസാനം രണ്ടും കൽപ്പിച്ച് ഐസ്ക്രീം വാങ്ങുന്നു. ഇപ്പോൾ 50 രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങിയതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് 50 രൂപയുടെ ഈ പുസ്തകം എന്ന് പറയാം. അഥവാ ഇത് വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് നഷ്ടപ്പെട്ടൊരു വസ്തുവുണ്ട്. മനസ്സിലായോ? വാങ്ങാതെ പോയ ഒരു വസ്തുവുണ്ട്, അതേ മൂല്യമുള്ള വാങ്ങാതെ പോയ ഒരു വസ്തു. അതാണ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസരാത്മക ചെലവ്. അത് നഷ്ടപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇപ്പുറം വാങ്ങിയത് കൊണ്ടാണ്. മനസ്സിലായോ? അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ കാണാം. ഏതെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ത്യജിക്കപ്പെട്ട, നഷ്ടപ്പെട്ടു പോകുന്ന മറ്റേ വസ്തുവിൻ്റെ വില. ഇത് വാങ്ങാൻ വേണ്ടി നമ്മൾ മറ്റൊരു വസ്തു ഒഴിവാക്കി എന്ന് പറഞ്ഞതുപോലെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന മറ്റേ വസ്തുവിൻ്റെ അളവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കൂ, ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഉദാഹരണമാണ്. ഇവിടെ റൈസ്, അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഗോതമ്പിൻ്റെ യൂണിറ്റ് എത്ര? ഗോതമ്പിൻ്റെ യൂണിറ്റ് 4 കാരണം മുഴുവൻ തുകയും ഗോതമ്പിന് വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ നമുക്ക് 4 യൂണിറ്റ് ഗോതമ്പ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 10 യൂണിറ്റ് റൈസ്, അരി ഉൽപ്പാദിപ്പിച്ചപ്പോൾ നഷ്ടപ്പെട്ട ഗോതമ്പിന്റെ യൂണിറ്റ് എത്ര? 4. അപ്പോൾ 10 യൂണിറ്റ് അരിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ഗോതമ്പാണ്. മനസ്സിലായോ? ഇത് ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമും പുസ്തകവും തമ്മിൽ ഉദാഹരണം, അത് പറഞ്ഞത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഒരു വാങ്ങുന്ന ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇത് വാങ്ങുന്നതല്ല, ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആസ് എ ഫേം ഇറ്റ്സ് പ്രൊഡ്യൂസസ് എന്ന രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ സംരംഭത്തിൻ്റെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. അരി ഉൽപ്പാദിപ്പിക്കാം, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. അരി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 10 യൂണിറ്റ് കിട്ടുമായിരുന്നത് പൂർണ്ണമായും അത് മാറ്റിവെച്ചാൽ 4 യൂണിറ്റ് ഗോതമ്പ് കിട്ടും. ഇനി 4 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു എന്ന് കരുതുക. എങ്കിൽ ചോദ്യം ഇതാണ്, 4 യൂണിറ്റ് ഗോതമ്പിൻ്റെ അവസരാത്മക ചെലവെന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ത് എന്ന് ചോദ്യം. 10 യൂണിറ്റ് അരി എന്നതാണ് ഉത്തരം. മനസ്സിലായോ? 10 യൂണിറ്റ് അരി എന്നതാണ് ഉത്തരം.
അപ്പോൾ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡെഫിനേഷൻ ഒന്ന് നോക്കിയേ. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അപ്പോൾ ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, കണ്ടോ, അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒഴിവാക്കുന്ന, നഷ്ടപ്പെടുത്തിക്കളയുന്ന തൊട്ടടുത്ത ഏറ്റവും മികച്ച സാധനത്തിൻ്റെ വില. മനസ്സിലായല്ലോ? താഴെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ താഴെ ഒരു ഉദാഹരണം, ഒരു ചോദ്യം, ആക്ടിവിറ്റി കൊടുത്തിട്ടില്ലേ? കണ്ടോ? എന്താണ് ചോദ്യം? ഒരു ഏക്കർ ഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിലൂടെ 12,000 കിലോ അരി ലഭിക്കുന്നു, അല്ലേ? അതേ ഭൂമിയിൽ തന്നെ ഗോതമ്പ് കൃഷി ചെയ്യുകയാണെങ്കിൽ 15,000 കിലോഗ്രാം ഗോതമ്പ് ലഭിക്കും. ഗോതമ്പിൻ്റെയും അരിയുടെയും അവസരാത്മക ചെലവ് കണ്ടെത്തുക. വളരെ സിമ്പിളാണ്. ഗോതമ്പിൻ്റെ അവസരാത്മക ചെലവ് എന്താ? ഗോതമ്പ് മുഴുവൻ ഗോതമ്പ് ഉണ്ടാക്കിയാൽ എന്ത് നഷ്ടപ്പെടും? 12,000 കിലോഗ്രാം അരി നഷ്ടപ്പെടും. അതാണ് ഗോതമ്പിന്റെ അവസരാത്മക ചെലവ്. ഇനി അരിയുടെ അവസരാത്മക ചെലവ് എന്താ? 15,000 കിലോ ഗോതമ്പ്. മനസ്സിലായോ? അപ്പോ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആ ഡെഫിനിഷൻ നിങ്ങൾ എക്സാം എഴുതുന്നത് ഏത് ഭാഷയിലാണ് ആ ഭാഷയിൽ അങ്ങനെ തന്നെ ബൈഹട്ട് ചെയ്ത് വെക്കണം. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഒരു ആശയം ക്ലിയർ ആയല്ലോ? വിഷയം ക്ലിയർ അല്ലേ? ഇനി സീമാന്ത അവസരാത്മക ചെലവ് അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC എന്ന് പറയും. എന്താണ് MOC? MOC എന്ന് പറഞ്ഞാൽ എന്താ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് കേട്ടോ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? എന്താണ് MOC എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മനസ്സിലായല്ലോ? എന്താണ് ഇത്? അധികം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്ന തൊട്ടടുത്ത വസ്തുവിൻ്റെ അളവ്. ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ ഐസ്ക്രീം പുസ്തകത്തിൻ്റെ കഥ പറഞ്ഞതുപോലെ ഐസ്ക്രീം വാങ്ങിയപ്പോൾ പുസ്തകം നഷ്ടപ്പെട്ടു. അത് വാങ്ങുന്നതിൻ്റെ ഉദാഹരണമാണ്. പക്ഷെ ഇവിടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നോക്കൂ, ഇവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അത് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഈ ടേബിളിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുന്നു. കൃത്യമായി ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കൂ, നേരത്തെ ഞാൻ 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിച്ചപ്പോൾ എനിക്ക് എത്രയാ വീറ്റ് കിട്ടിയിരുന്നത്? 0. മീൻസ് മുഴുവൻ തുകയും റൈസിന് വേണ്ടി മാറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ അരി ഉൽപ്പാദിപ്പിക്കാൻ, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല. സോ വീറ്റ് കിട്ടുന്നില്ല എന്നതാണ്. ക്ലിയർ ആണല്ലോ? പക്ഷേ റൈസ് ഞാൻ 9 യൂണിറ്റ് ആക്കി കുറക്കുന്നു. കാരണം കുറച്ച് തുക ഞാൻ എങ്ങോട്ട് കൂടി ഉൽപ്പാദനത്തിലേക്ക് മാറ്റി? ഗോതമ്പ് ഉൽപ്പാദനത്തിലേക്ക് മാറ്റി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഗോതമ്പിൻ്റെ 1 യൂണിറ്റ് എനിക്ക് കിട്ടി. ഗോതമ്പിൻ്റെ 1 യൂണിറ്റ് കിട്ടി. യൂണിറ്റ് കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? അരിയുടെ 1 യൂണിറ്റ് കുറഞ്ഞു. 1 യൂണിറ്റ് കുറഞ്ഞു. ക്ലിയർ ആണോ? ഇനി വീണ്ടും അരിയുടെ ഗോതമ്പ് കുറച്ചുകൂടി എന്ത് ചെയ്തു? ഞാൻ വർദ്ധിപ്പിച്ചു. ക്ലിയർ ആണോ? എന്ത് ചെയ്തു? 1 യൂണിറ്റ് കൂടി ഇങ്ങോട്ട് മാറ്റി 2 യൂണിറ്റ് ആക്കി. ഗോതമ്പ് വർദ്ധിച്ചപ്പോൾ അരിയുടെ അഥവാ ഗോതമ്പിലേക്ക് കുറച്ചധികം ക്യാഷ് ചെലവഴിച്ചു എന്നർത്ഥം. അപ്പോൾ റൈസിന്റെ അളവ് കുറഞ്ഞു. ഇവിടെ വീണ്ടും കൂടുന്നു, റൈസിന്റെ അളവ് കുറയുന്നു. അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് റൈസ് 10. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇതാണ് അല്ലേ? 4 ആണല്ലോ. ഈ 4ന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? റൈസിന്റെ 10 ആണ്.
10 യൂണിറ്റ് റൈസ് ആണ്. ആ യൂണിറ്റ് എന്തിൻ്റെതാണ് എന്ന് കൂടി പറയണം കേട്ടാ. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് എന്താ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ എന്ന പദത്തിന്റെ അർത്ഥം അധികമായി വരുന്നത് എന്നാണ്. സീമാന്തം എന്ന് പറഞ്ഞാൽ മാർജിൻ, കുറച്ച് പുറത്ത് വരുന്നത്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം വരുന്നത് എന്നാണ്. ഒന്നുകൂടി മനസ്സിലായിട്ടുണ്ടായില്ല. നോക്കൂ, ഇവിടെ ഈ ഉദാഹരണത്തിൽ നോക്കൂ. നേരത്തെ റൈസ് 10 ഉണ്ടായിരുന്നത് എന്ത് ചെയ്തു? ഇവിടെ 9 മാറി. ഓക്കെ, മനസ്സിലായോ? 9 മാറി. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഗോതമ്പിന്റെ അളവ് 1 നിന്ന് 2 മാറ്റിയപ്പോൾ, വർദ്ധിച്ചപ്പോൾ ശ്രദ്ധിക്കണം, ഗോതമ്പിന്റെ അളവ് 1 നിന്ന് 2 വർദ്ധിച്ചപ്പോൾ എന്തുണ്ടായി? റൈസിന്റെ യൂണിറ്റ് 2 കുറഞ്ഞു. ഈ 2 മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അഥവാ ലാസ്റ്റ് 1 യൂണിറ്റ് കുറച്ചപ്പോൾ മറ്റേതിൽ അവസാനത്തെ ഇനത്തിൽ എത്ര കുറഞ്ഞു? മനസ്സിലായോ? ടോട്ടൽ അല്ല. ക്ലിയർ ആണോ? ഇവിടെ നോക്കൂ, 1 യൂണിറ്റ് കൂടി. ഇപ്പോഴെത്ര അപ്പുറം കുറഞ്ഞത്? 2 ആണ്. 9 7 മാറി. നോക്കൂ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2 ആണ്. ക്ലിയർ ആണോ? ഞാൻ ഇവിടെ ശ്രദ്ധിക്കണം, ഇനി 2 നിന്ന് 3 യൂണിറ്റ് ആക്കി ഞാൻ വർദ്ധിപ്പിച്ചു. അപ്പോൾ എത്ര കുറഞ്ഞു? അപ്പുറത്ത് എത്ര കുറഞ്ഞു? അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ അവിടെ നഷ്ടപ്പെടുന്നതിന്റെ അളവ്, ദാറ്റ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പക്ഷെ ഈ ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീങ്ങിയതിന്റെ പേരിൽ മാത്രം, ടോട്ടൽ അല്ല കേട്ടാ. ഞാനിപ്പോൾ നോക്കുമ്പോൾ നേരത്തെയുള്ള 2 പരിഗണിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എത്ര കുറഞ്ഞു? എത്രയാ? 7 നിന്ന് 4 കുറക്കണം, 3. മനസ്സിലായോ? അപ്പോ എന്താണ്? ഇവിടെ 3 ഉത്തരം. ക്ലിയർ ആണോ? പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരു ഇക്വേഷൻ വെച്ചാലേ കൃത്യമായ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇക്വേഷൻ വെച്ച് കണക്ക് ചെയ്യണം. അല്ലാതെ ഇതിൽ നിന്ന് കുറച്ചുകൊണ്ട് എഴുതിയാൽ പറ്റൂല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിന്റെ അധിക യൂണിറ്റ് ഉൽപാദനത്തിന് വേണ്ടി മറ്റൊരു വസ്തുവിന്റെ ചില യൂണിറ്റുകൾ നമ്മൾ ഒഴിവാക്കുന്നു. ആ സമയത്ത് ഒരു സാധനത്തിന്റെ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു സാധനത്തിന്റെ എത്ര യൂണിറ്റുകൾ നഷ്ടപ്പെടുത്തുന്നുവോ, അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ മറ്റേ സാധനത്തിന്റെ എത്ര യൂണിറ്റുകളാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ 2 പോയിന്റുകൾ മാത്രം നോക്കിക്കൊണ്ടുള്ള വിലയിരുത്തലാണ്. മനസ്സിലായോ? അതിന് ഒരു ഇക്വേഷൻ നമ്മുടെ പാഠഭാഗത്ത് കാണാം. നോക്കൂ, MOC എന്ന് പറഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമാണ്, ചേഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വൈയിലുള്ള ചേഞ്ചിനെ എക്സ് കൊണ്ടുള്ള ചേഞ്ച് കൊണ്ട് ഹരിക്കണം. നമുക്കിപ്പോൾ എന്താ കിട്ടേണ്ടത്? എക്സിൻ്റെ MOC ആണ് കിട്ടേണ്ടത്. മനസ്സിലായോ? എക്സിൻ്റെ MOC ആണ് കിട്ടേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഞാൻ എക്സ് എന്നും ഇവിടെ y എന്നും എഴുതുന്നു. ശ്രദ്ധിക്കണം. ഇനി എന്താ വേണ്ടത്? എനിക്ക് ഇവിടെ MOC എത്രയാണ് എന്ന് കിട്ടണം. ഇവിടെ B എന്നതിൻ്റെ MOC എനിക്ക് കിട്ടണം.
എന്താ ഇക്വേഷൻ? MOC x is equal to ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞ ചേഞ്ച്, വൈയിലുള്ള ചേഞ്ച്. വൈയിലുള്ള ചേഞ്ച് എത്ര? ആദ്യം തൊട്ടു മുമ്പത്തെ യൂണിറ്റിൽ 10 ആയിരുന്നു. 10 മൈനസ് 9 അല്ലേ? അതല്ലേ ഡെൽറ്റ വൈ? വൈയിലുള്ള മാറ്റം ശ്രദ്ധിക്കണം അല്ലേ? ഹരിക്കണം ഡെൽറ്റ എക്സ് എത്ര? 2/1 മൈനസ് 1, സോറി 1 മൈനസ് 0 എത്ര? 1/1 അല്ലേ? 1/1 സമം 1. ഓക്കെ, ഇതാണ് ഇവിടെ കിട്ടിയ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നോക്കൂ, അടുത്ത മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കാം. അടുത്തത് സി എന്നതിൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഇക്വേഷൻ നമ്മൾ ഒരിക്കൽ കൂടി എഴുതുന്നു. എന്താ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഏതാണ് ഡെൽറ്റ വൈ? 9 മൈനസ് 2, 7 അല്ലേ? 9 മൈനസ് 7 എത്ര? 2 ഹരിക്കണം. ഇനി എത്ര? ഇവിടെ 2 1 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 1. ഇനി ഇവിടെ ഉത്തരം 2 കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു, എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു, അത് കണ്ടെത്താനുള്ള വഴി കൂടി പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുന്ന മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടാം കുറയാം. ചിലപ്പോൾ അതേ നിലക്ക് ഇവിടെ നോക്കൂ, MOC 1 നിന്ന് 2 കൂടി, കൂടിയതല്ലേ? 2 നിന്ന് 3 കൂടി, 4 കൂടി. അങ്ങനെ കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ കുറയുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അതേ നിലക്ക് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ കാരണങ്ങൾ വിശദമായി നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടില്ല. വിശദമായി നമുക്ക് ഈ +2 എക്കണോമിക്സിൽ പഠിക്കാനില്ല. എങ്കിലും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ PPCയുടെ അളവ് കോൺകേവ് ആയിരിക്കും. അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ PPCയിലേക്ക് മാറ്റിയാൽ അതിൻ്റെ അളവ് കോൺകേവ് ആയിട്ടുണ്ടാകും. MOC കുറയുകയാണെങ്കിൽ PPC കോൺവെക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? അതേസമയം MOC സ്ഥിരമായി കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ PPC ലീനിയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. മീൻസ് ഒരു നേർരേഖ എന്ന രൂപത്തിൽ ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ?